മഹാദൈവമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും നിങ്ങളുടെ കൂട്ടു സഹോദരനും കൂട്ടുവേലക്കാരനുമായ എൻ്റെ വന്ദനം. നാം കഴിഞ്ഞ 26 ദിവസങ്ങൾ തിരുവചന ധ്യാനത്തിൽ ആയിരുന്നല്ലോ. ഇന്ന് 27ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തി. പിന്നിട്ട് 53 പരം ക്ലാസ്സുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ആത്മീയ കാഴ്ചപ്പാടുകൾക്കും നിയോഗങ്ങൾക്കും നടത്തിപ്പുകൾക്കുമൊക്കെ വ്യത്യസ്തമായ പുതിയ കാഴ്ചപ്പാടുകൾ നിശ്ചയമായി നിങ്ങൾക്ക് തന്നു കാണും എന്ന് ഞാൻ കർത്താവിൽ പ്രത്യാശിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പഠനദാഹത്തിലൊക്കെയും അത് പ്രത്യക്ഷമായി കാണുന്നുണ്ട്. നാം നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നാണല്ലോ നാം ധ്യാനിച്ചു വരുന്ന 2-ാം അധ്യായം 20-ാം വാക്യം നാം കുറിവാക്യമായി ഓർക്കുന്നു. ഹൈ ഒഫീഷ്യൽസിന്റെ നടുവിൽ നിയോഗം പ്രാപിച്ചു വന്ന പ്രാർത്ഥനാ മനുഷ്യനായ നെഹമ്യാവ് സധൈര്യം ദൈവമുഖത്ത് നോക്കി ദൈവത്തിനു വേണ്ടി ഇറങ്ങിയവൻ ദൈവത്തിൽ സംസാരിച്ചു. എന്താണ്? സ്വർഗത്തിലെ ദൈവം ഇയാൾക്ക് കാര്യം സാധിക്കും. സ്തോത്രം. ദൈവമായി കണക്ഷൻ ഉള്ളവർക്ക് മാത്രമേ ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷൻ കാണുകയുള്ളൂ. കർത്താവുമായിട്ടുള്ള ബന്ധം എത്രമാത്രം ആരോഗ്യപരമായിരിക്കുന്നു അതിനെ ആശ്രയിച്ചായിരിക്കും കർത്താവിന് വേണ്ടിയുള്ള നമ്മുടെ ശുഷ്കാന്തിയും എരിവും തീഷ്ണതയും ആത്മാർത്ഥതയും സമർപ്പണവും ത്യജിക്കാനുള്ള മനോഭാവവും അത് സഹനത്തിന് വേണ്ടിയുള്ള കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ തിരുനാമത്തിന് വേണ്ടി പ്രൈസ് കൊടുക്കാൻ വില്ലിങ് ആകുന്നത് കർത്താവുമായിട്ടുള്ള നമ്മുടെ ആത്മാർത്ഥമായ ബന്ധമാണ്. പ്രൈസ് ഗോഡ്. നിങ്ങൾ എത്രമാത്രം ദൈവത്തിനെ വില കൊടുക്കുന്നു അത്രമാത്രം നിങ്ങൾ ആദരിക്കപ്പെടും. അത്രമാത്രം ദൈവകരങ്ങളിൽ നിങ്ങൾ ശക്തിയോടെ ശോഭിക്കപ്പെടും. ഒരാളെ എത്രമാത്രം ദൈവം ഉപയോഗിക്കും, അല്ലെങ്കിൽ സമർപ്പണമുള്ള ഒരാളിനെ എത്രമാത്രം ദൈവം ഉപയോഗിക്കുമെന്ന് ആർക്കും പ്രവചിക്കാനായിട്ട് കഴിയുകയില്ല. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാന്മാരായ പല ആളുകൾ ഉണ്ടായിരുന്നു. ജോൺ വെസ്ലിയുടെയും ചാൾസ് വെസ്ലിയുടെയും മാതാവിന് 19ഓളം മക്കളായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. ആ മാതാവ് എല്ലാവരെയും വേണ്ടി ദൈവസന്നിധിയിൽ സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കുന്ന ശീലമുണ്ടായിരുന്നു. ഒരു സാധുവായ സ്ത്രീയായിരുന്നു. പക്ഷെ നിശ്ചിതമായൊരു സമയമുണ്ടായിരുന്നു. അവർ പ്രാർത്ഥിക്കാൻ മുറിയിൽ കയറും, വാതിലടക്കി. എപ്പോഴും മക്കൾ വെളിയിൽ നിന്ന് കേൾക്കുന്ന അമ്മയുടെ ശബ്ദം കണ്ണുനീരിൻ കുതിർന്ന ദൈവസന്നിധിയിലുള്ള നിലവിളിയുടെ ശബ്ദമാണ്. ഒരു എഴുത്തുകാരൻ ഇങ്ങനെ പറയാനിടയായി, 30,000-ഓളം ആളുകളെ ജോൺ വെസ്ലി സ്നാനപ്പെടുത്തി. 2,500 പരം ഗാനങ്ങൾ ചാൾസ് വെസ്ലി എഴുതി. അപ്പോൾ ആ എഴുത്തുകാരൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: വീട്ടിൽ മുഴങ്കാലിൽ ഇരിക്കാൻ കണ്ണുനീരൊഴുക്കാൻ ഒരമ്മയുണ്ടെങ്കിൽ അവരുടെ തലമുറകൾ ജോൺ വെസ്ലിയെ പോലെയും ചാൾസ് വെസ്ലിയെ പോലെയും ദൈവകരങ്ങളിൽ ശോഭിക്കുമെന്നാണ്. പിറകിൽ വില കൊടുക്കുന്നതാണ് വിലപ്പെട്ടതിനെ നേടിയെടുക്കുവാനും ഒരുക്കിയെടുക്കാനും ദൈവകരങ്ങളിൽ ശോഭിക്കുവാനുമുള്ള സാധ്യതകൾ എന്നുകൂടെ ഞാനത് നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. ഇനി നാം 9-ാമത്തെ അധ്യായത്തിലേക്ക് വരികയാണ്. 9-ാമത്തെ അധ്യായത്തിലും നമ്മൾ കാണുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ, ഈ 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ, 8, 9, 10 അധ്യായങ്ങൾ, ഈ 3 അധ്യായങ്ങളും എസ്രായുടെ നേതൃത്വത്തിൽ നടക്കുന്ന വലിയ റിവൈവലിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അത് എസ്രായുടെ പുസ്തകം 9, 10 അധ്യായങ്ങളിലും അതിൻ്റെ സെയിം കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ 8-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന ആവശ്യകതയും ആരാധിക്കേണ്ട ആവശ്യകത, എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, ഏതു വിധത്തിൽ ആരാധിക്കണം എന്നുള്ള കാര്യം നമ്മൾ പല ക്ലാസ്സുകളിൽ കേട്ടു. അത് കൂടാതെ ആരാധന ഏത് വിധത്തിലാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്നും ആരാധനയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം, വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ആൾ എങ്ങനെ ആയിരിക്കണം, അതിനുള്ള നിർദ്ദേശങ്ങളും ഒക്കെ തിരുവഴുത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ഇടയായിത്തീരുന്നു. അതെല്ലാം ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും പങ്കുവെച്ചത്. എന്നാൽ പുതിയ നിയമ വെളിച്ചത്തിൽ ആരാധനയിലേക്ക് വരുമ്പോൾ ആ കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പുതിയ നിയമത്തിൽ ആത്മാവിന്റെ ആ നിറവ് അനുഭവിച്ചുകൊണ്ട് ആദ്യം ദൈവത്തിന്റെ കൃപയെ അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ കഴിഞ്ഞ എലിസബത്തിനെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. കാര്യം എന്താ?
മറിയയുടെ വന്ദനം കേട്ടപ്പോൾ അത് എലിസബത്തിന്റെ ഉള്ളം എന്ത് ചെയ്തു? നിറയാനിടയായി തീർന്നു, വലിയ ആനന്ദമായി തീർന്നു. നിങ്ങൾ നോക്കുക, ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒന്നാമത്തെ അധ്യായം അതിന്റെ 39 മുതൽ താഴോട്ട് വായിക്കാം. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ യഹൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. 40 വാക്യം, സക്കരിയാവിന്റെ വീട്ടിൽ എത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. നോക്കുക, കർത്താവ് ഉള്ളിൽ ഉണ്ടെങ്കിലേ എന്റെ വരൂ തുള്ളലൊക്കെ വരത്തുള്ളല്ലേ. അപ്പോൾ മറിയയുടെ വന്ദനം കേട്ട ഉടനെ തന്നെ പിള്ള അവളുടെ ഗർഭത്തിൽ എന്ത് ചെയ്തു? തുള്ളുവാനിടയായി തീർന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നോക്കുക, ആത്മനിറവുള്ളവരുടെ ശബ്ദം പരസ്പരം പങ്കുവച്ചപ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിപ്പാനിടയായി, അല്ലേ? ആ ആത്മനിറവുള്ള ഒരാളുടെ ശബ്ദം വന്ദനം കേട്ടപ്പോൾ, ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് എന്നൊരു വാക്ക് പറഞ്ഞപ്പോഴേ ഉള്ളിൽ കിടന്ന കുഞ്ഞെന്ത് ചെയ്തു? കുതിച്ചു ചാടി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമല്ലോ, സയൻസും പ്രകാരം ഒരു 1.5 മാസമൊക്കെ കഴിയുമ്പോഴേ കുഞ്ഞ് സെൻസ് ചെയ്യാൻ തുടങ്ങുമെന്നാ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ക്യാരിയും ചെയ്യുന്നവരൊക്കെ ഓർത്തുകൊള്ളണം, നിങ്ങൾ ദേഷ്യപ്പെടുകയും നിങ്ങൾ അരുതാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതെല്ലാം കുഞ്ഞിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആകരുത്. നിങ്ങൾ ഉള്ളിൽ ദൈവം ഒരു പൈതലിനെ തന്നു കഴിഞ്ഞാൽ അതിനെ ഡെലിവറി ആകുന്നിടം വരെയും നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും നല്ല കാര്യങ്ങൾ കേൾക്കുകയും നല്ല കാര്യങ്ങൾ സംസാരിക്കുകയും സർവോപരി ദൈവത്തെ നിരന്തരം സ്തുതിച്ച് മഹത്വപ്പെടുത്തി പോവുകയും ചെയ്യുന്നതായ ഒരു അറ്റ്മോസ്ഫിയറോടെ നിങ്ങൾക്കുണ്ടാകണം. 1-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നോക്കുക, അതിന്റെ 35 എന്നുള്ള ലൂക്കോസ് 1-ാം അധ്യായം 35-ാം വാക്യം, മറിയോടുള്ള ബന്ധത്തിൽ ദൈവദൂതൻ പറയുന്നൊരു വാക്കോട് നിങ്ങൾ ശ്രദ്ധിച്ചേ. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നോക്കുക, പരിശുദ്ധാത്മാവ് വരികയും അത്യുന്നതന്റെ ശക്തി നിഴലിടുകയും ചെയ്യുമ്പോൾ ഒരു സന്തതി ഉരുവാകുന്നു എന്ന് കാണുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഉരുവാക്കുന്ന ആത്മാവാണ് എന്നുകൂടെ നമ്മൾ തിരിച്ചറിയണം. ആത്മനിറവിൽ നിങ്ങൾ ആരാധിക്കുമ്പോൾ പല കാര്യങ്ങളും നടക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രൈസ് ഗോഡ്. അതേ, പുതിയ നിയമ ആരാധനയുടെ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കാൻ പോവുകയാണ്. എന്നാൽ ഇടയ്ക്ക് ഇൻട്രൊഡക്ഷനായിട്ട് ഞാനിത് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യങ്ങളുണ്ട്. പുതിയ നിയമത്തിന്റെ ആരംഭത്തിലേക്ക് വരുമ്പോൾ ദൈവാലയത്തിൽ ഏതാണ്ട് 109 വയസ്സോളം പ്രായമുള്ള ഒരു വലിയ അമ്മച്ചി ഇങ്ങനെ ആലയത്തിലാണ് എപ്പോഴും. അവിടെ അമ്മച്ചിക്ക് വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമേ കുടുംബജീവിതം നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2-ാം അധ്യായം അതിന്റെ 36-ാം വാക്യം 37-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. എന്താ എഴുതിയിരിക്കുന്നത്? ഓക്കെ, somebody can read. ആശേർ ഗോത്രത്തിൽ ഇസ്രായേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോട് കൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദേവാലയം വിട്ട് പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. പ്രൈസ് ഗോഡ്. അടുത്തത്, ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. നോക്കുക, പ്രൈസ് ഗോഡ്. അവിടെ നമ്മൾ കാണുന്നത് എന്താ? അമ്മച്ചിക്ക് എന്തോ പ്രായം കാണും. നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയേ. ആ 36-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്
അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോട് കൂടെ 7 സംവത്സരം ജീവിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ 7 വർഷം, കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷം ഭർത്താവിനോട് ഒരുമിച്ച് ജീവിക്കുന്നു. 84 വർഷം വിധവയായിപ്പോയി. അപ്പം സാമാന്യം എത്ര വയസ്സ് കാണും? നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. എന്തായാലും വിവാഹം കഴിയണമെങ്കിൽ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും എണ്ണപ്പെടണമെങ്കിൽ 20 വയസ്സ് മിനിമം വേണം. ഇപ്പൊ 20 വയസ്സിൽ വിവാഹം കഴിഞ്ഞെന്നിരിക്കട്ടെ, 7 വർഷം കുടുംബജീവിതം കിട്ടി. അപ്പൊ 27 വർഷം. പിന്നെ 84 സംവത്സരം എന്തായി? വിധവയായി കഴിയുകയാണ്. അപ്പൊ ഏകദേശം എത്ര വയസ്സ് കാണും? 27 പ്ലസ് 84 എത്ര വയസ്സുണ്ട്? 111 വയസ്സ്. 111 വയസ്സുള്ള അമ്മച്ചി, എനിക്ക് നമ്മളിപ്പോ യോഗം കേൾക്കുന്നതിൽ എനിക്ക് തോന്നുന്നു അനിമാമ്മയുടെ അമ്മച്ചിക്കാന്ന് തോന്നുന്നു. അമ്മച്ചിയുടെ പേര് പറയുമ്പോൾ വലിയ സന്തോഷം. അമ്മച്ചിക്ക് ചിരിക്കുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ അമ്മച്ചി ആണ് ഇപ്പൊ ഓരോരുത്തർ ഓൺ ചെയ്ത് വരുന്നു. യെസ്, പ്രൈസ് ഗോഡ്, വണ്ടർഫുൾ. അപ്പൊ നമ്മുടെ അമ്മച്ചിമാരെല്ലാം 80-നും 78-നും 77-നും ഒക്കെ ഇടയിലാണ്. പക്ഷെ ഇവിടെ ഇതാ അതിനേക്കായി 40 വയസ്സൂടെ കൂടി ഒരാൾ വന്നിരിക്കുക. ചില അമ്മച്ചിമാരോട് ചോദിക്കുമ്പോൾ പറയും പല്ലുവെല്ലാം പോയി, സുവറ പാസ്റ്ററെ, ഇപ്പം യോഗത്തിനൊന്നും വയ്യ, പെസറ, ഇങ്ങനെയൊക്കെയാ അവർ പറയുന്നത്. പെസറും സുഗറും ഒക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ ഇവിടെ ഈ അമ്മച്ചി നമ്മളോട് പറയുകയാണ്, പ്രായം എനിക്ക് വിഷയമല്ല, എനിക്ക് ദൈവത്തെ ആരാധിച്ചേ പറ്റൂ. പ്രൈസ് ഗോഡ്. എനിക്ക് യോഗത്തിന് പോയേ പറ്റൂ. വല്ലപ്പോഴും അതെ, ഈ ചില മക്കളുണ്ട് കേട്ടോ, ഈ അമ്മച്ചിമാര് പ്രായമായി കഴിഞ്ഞാൽ യോഗത്തിന് കൊണ്ടുപോകത്തില്ല. അവരാണ് കൊതിച്ച് വെപ്രാളത്തിൽ ഇരിക്കുക. അപ്പം അമ്മച്ചി അവിടെ ഇരുന്ന് ചുമച്ച്, അമ്മച്ചി അവിടെ ഇരുന്ന് ശ്വാസം മുട്ടി, ഒന്നും പ്രയാസപ്പെടണ്ട. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരോട് പറയാം, അമ്മച്ചിമാര് മക്കളെ എനിക്ക് വയ്യ എന്ന് പറയുന്ന സമയം വരെ നിങ്ങൾ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് അമ്മച്ചിയെ കൊണ്ടുപോയിരിക്കണം. നിങ്ങളുടെ പ്രായമുള്ളവരെ കൊണ്ടുപോയിരിക്കണം. കാരണം അവർക്കിനി വലിയ ഇഷ്ടങ്ങളൊന്നുമില്ല. അവരുടെ ആഗ്രഹങ്ങൾ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണ്. ആ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ വലിയ ദൈവസ്നേഹം, വലിയ ആഗ്രഹങ്ങളാണ് അവർക്ക് വേറെ ഒന്നും വേണ്ട. അവർക്ക് രാവും പകലും അവരുടെ മക്കളെ ബ്ലസ് ചെയ്യുവാനും, അവരുടെ മരുമക്കളെ ബ്ലസ് ചെയ്യുവാനും, അവരുടെ കൊച്ചുമക്കളെ ബ്ലസ് ചെയ്യാനും, ആ കൊച്ചുമക്കളിൽ അനുഗ്രഹിക്കപ്പെടുന്ന കാണാനും മാത്രമേ ഉള്ളൂ അവരുടെ ഉള്ളിലെ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പ്രൈസ് ലോർഡ് നിങ്ങളുടെ സ്പീഡിൽ അമ്മച്ചിമാര് നടന്നൊന്നും വരത്തില്ല. പക്ഷേ നിങ്ങൾ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളുടെ മക്കൾ നോട്ടീസ് ചെയ്യും. നിങ്ങളോട് പറയത്തില്ല, അവര് രഹസ്യമായി മാറി എന്ന് പറയും, കണ്ടോ മമ്മിയെ, മമ്മിയുടെ അമ്മച്ചിയും മമ്മി എങ്ങനെ കെയർ ചെയ്യുന്നെന്ന് കണ്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ പ്രായമാകുമ്പോൾ അവര് പറയും, അമ്മച്ചി വലിയ വർത്താനമൊന്നും പറയണ്ട മമ്മി, ഞങ്ങൾക്കറിയാം എങ്ങനെ അമ്മച്ചി നോക്കി. പണ്ടൊരു അപ്പച്ചനെ, ഇപ്പൊ മോനെ എപ്പോഴും കണ്ടോണ്ടിരിക്കാൻ ആഗ്രഹം, എപ്പോഴും കണ്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും വിളിക്കും, മോനെ മോനെ മോനെ. വേറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആരും ഇല്ല. അവസാനം മോനിത് അങ്ങോട്ട് സഹിക്കാൻ വയ്യാതെ വന്നപ്പിച്ച് ദേഷ്യപ്പെട്ടിട്ട്, അപ്പച്ചനല്ലേ ഒന്നും ചെയ്യാനും പറ്റത്തില്ല, എടുത്ത് കട്ടിലിൽ നിന്ന് എടുത്ത് താഴെ വെച്ചു. അപ്പച്ചൻ മരിച്ചു കുറെ കാലം കഴിഞ്ഞപ്പോ മോനും ആ കട്ടിലേ തന്നെ കിടപ്പായി. അപ്പച്ചന്റെ മോനല്ലേ, ഈ മോനും വിളിക്കാൻ തുടങ്ങി തന്റെ മോനെ, മോനെ 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 വിളി തുടങ്ങി. അപ്പൊ ആ മോൻ ഇച്ചിരൂടെ മിടുക്കനായിരുന്നു, അവൻ കട്ടിലേന്ന് വലിച്ചു താഴെ ഇട്ടു. ആ അപ്പച്ചൻ കടന്നുപോയി, 3-ാം തലമുറ വന്നു. അപ്പോൾ സ്തോത്രം, ആ അപ്പച്ചനും ഇത് തന്നെ ക്യാരക്ടർ. മക്കളെ ഒന്ന് പാടാ. അപ്പൊ അവനെ അത്രയും ക്ഷമയൊന്നും ഇല്ലല്ലോ. 3-ാം തലമുറയൊക്കെ കഴിയുമ്പോഴത്തേന് കുറെ താഴും. ഏതാ ക്ഷമ. അവൻ കട്ടിലിൽ നിന്ന് വലിച്ച് കട്ടളയുടെ അവിടെ വരെ കൊണ്ടു. അപ്പൊ ആ അപ്പച്ചൻ ഇങ്ങനെ ടെസ്റ്റ് മണി പറഞ്ഞിട്ടുള്ള ഞാൻ വായിച്ചിട്ടുള്ളത്, മോനെ എൻ്റെ അപ്പനെ കട്ടിലേന്ന് എടുത്ത് താഴെ വെച്ചു. അടുത്ത തലമുറ വന്നപ്പോ കട്ടിലേന്ന് വലിച്ച്
താഴെയിട്ടു. നീ എന്നെ കട്ടിലേന്ന് കട്ടളയുടെ അവിടെ വരെയും കൊണ്ടുപോകും. നിന്റെ തലമുറ ഇനി എന്ത് ചെയ്യുമെന്ന് നീ കണ്ടു. അതുകൊണ്ട് സഹോദരങ്ങളെ, എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം, ഒരു വാക്കുകൊണ്ട് പോലും മാതാപിതാക്കളെ ദുഃഖിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്. അവരിൽ മിസ്റ്റേക്ക് വരും. കാരണം ഒരു 80 ഒക്കെ കഴിയുമ്പോഴത്തേന് വീണ്ടും ചെറുപ്പം പോലെ അവരുടെ മൈൻഡ് സെറ്റ് ആയി വരും. അതുകൊണ്ടാണ് സഭാപ്രസംഗി പറഞ്ഞ അന്നാളിൽ അവർ കയറ്റത്തെ പേടിക്കും, കേൾവിക്കാരൊക്കെ കുറയും. നമ്മൾ വായിച്ചിട്ടില്ലേ? അപ്പം അസ്ഥിയുടെ ബലവും ശാരീരിക ക്ഷീണവും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് അവരൊന്നും പറഞ്ഞില്ലേലും അവർ മനസ്സിൽ പറയടേ, നിന്റെ ചോറ് തിന്നാൻ ഞാൻ ഇവിടെ വന്ന് കടന്നിട്ടല്ലയോ എനിക്ക്. അങ്ങനെ ചിന്തിക്കാൻ ഒരിക്കലും നമുക്ക് ഇടവരരുത്. അതുകൊണ്ട് എൻകറേജ് ദം. അവരെ നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കോള്, നിങ്ങള് ഒന്ന് തലോടി ഒരു ഹഗ് ചെയ്ത് ഒരു ഉമ്മയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടല്ലോ, അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് നനഞ്ഞ കണ്ണുകൾ ഇങ്ങനെ ഒഴുകും. എന്താണെന്നറിയാം എൻ്റെ കുഞ്ഞ്, കാരണം നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ബ്ലസ് ചെയ്യുന്ന പോലെ ആരും ബ്ലസ് ചെയ്യത്തില്ല. അങ്ങനെയാ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പറയുന്നു. അതുകൊണ്ട് നിനക്ക് നന്മയുണ്ടാകുവാനും ദീർഘായുസ്സുണ്ടാകാനും മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം. അപ്പൊ നന്മ വരണോ, ദീർഘായുസ് വേണോ, അനുഗ്രഹിക്കപ്പെടണോ, പേരൻസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന ഏതാണ്ട് ഒരു 110 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു വൃദ്ധയായ മാതാവ്. അവിടെ നമ്മൾ കാണുന്ന എന്താണ്? ഓ, വാട്ട് എ വണ്ടർഫുൾ ടെസ്റ്റിമണി. എന്താണ്? ദൈവാലയം വിട്ടുപിരിയാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ എത്ര ആരാധിച്ചാലും കൊതി തീരാത്ത ഒരു മാതാവ്. എൻ്റെ വാത്സല്യ അമ്മച്ചിമാരെ, നിങ്ങളുടെ വാർദ്ധക്യത്തിലേക്ക് നിങ്ങൾ കയറുമ്പോൾ ഈ ഹന്ന, പ്രൈസ് ലോർഡ്, ആ മാതാവിന്റെ പ്രത്യേകതയുണ്ട്. ഷീ ഈസ് നോട്ട് എ ഓർഡിനറി മമ്മ. പക്ഷെ എന്താണ്? ഒരു പ്രൊഫറ്റിക്കൽ സ്പിരിറ്റുള്ള മാതാവാണ്. പ്രവാചകിയാണ്. അപ്പോ അവൾക്ക് എന്താണ്? ആരാധന ദാഹം. ചർച്ചിൽ പോകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഉള്ളിലെ ആരാധന താല്പര്യം. നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആരാധിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആരാധിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ പ്രൊഫഷണൽ നിങ്ങളുടെ വർക്കുകൾ ചെയ്യുമ്പോൾ ഉള്ളിൽ ആത്മാവിന്റെ നിറവനുഭവിക്കാറുണ്ടോ? താങ്ക് യു ജീസസ്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുവാൻ ഞാൻ നിങ്ങളെ കർത്താവിൽ ഓർപ്പിക്കുകയാണ്. അപ്പം പ്രായം ആരാധനയ്ക്കൊരു വിഷയമല്ല. അകത്ത് അവരെ ആരോഗ്യപുഷ്ടിയുള്ളവരാക്കി മാറ്റുന്നത് അവരുടെ മേൽ പകർന്ന ദൈവകൃപയാണ്. സൗരങ്ങളെ, മരുന്നിനൊക്കെ ഒരു ലിമിറ്റ് വരെ മാത്രമേ നമ്മളെ ക്യൂർ ചെയ്യാൻ കഴിയത്തുള്ളൂ. പക്ഷേ അസ്ഥിയെയും നാഡിനരമ്പിനെയും ത്വക്കിനെയും മാംസത്തെയും മജ്ജയും നമ്മുടെ ഇന്നർ ആൻഡ് ഔട്ട് എല്ലാ ശരീരത്തിന്റെ ഭാഗങ്ങളെയും മെനഞ്ഞുണ്ടാക്കിയ നമ്മുടെ ദൈവത്തിന്റെ ആ വലിയ കൃപയാണ് നമ്മളെ എല്ലാ മേഖലയിലും പെർഫെക്റ്റ് ആക്കി മാറ്റാൻ, യോഗ്യരാക്കി മാറ്റാൻ, അത് എഫിഷ്യന്റ് ആക്കി മാറ്റാൻ കഴിയുന്നത് എന്നും കൂടെ ഞാൻ ആ ഭാഗത്തുനിന്ന് പറഞ്ഞ് വിടട്ടെ. അതുകൊണ്ട് ആ മാതാവ് ദൈവാലയം വിട്ടുപിരിയാതെ, പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന യോശുവ കൂടാരം വിട്ടുപിരിയാതെ ഇരുന്നത് കൊണ്ട് ഒരു വലിയ ലീഡർഷിപ്പിലേക്ക് പിന്നീട് വരുവാനിടയായി തീർന്നു. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ നിരന്തരം ആരാധിക്കുന്നതിൽ അതീവ താല്പര്യവും ഉത്സാഹവുമുള്ളവരായിരിക്കാൻ ഞാൻ കർത്താവിൽ നിങ്ങളെ ഓർപ്പിച്ചുണർത്തുകയാണ്. അപ്പൊ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞ ആ കണ്ടീഷൻ ഓഫ് വർഷിപ്പ്, ദൈവത്തിന്റെ സന്നദ്ധിയിൽ നമ്മൾ എങ്ങനെ ആരാധിക്കണം, എങ്ങനെയുള്ള ആരാധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് കർത്താവ് പറഞ്ഞു. ശമരിയ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണത്തിൽ യേശു അത് വ്യക്തമാക്കുന്നുണ്ട്. അത് ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 4 വേഴ്സ് 24. അവിടെ കർത്താവ് പറയുകയാണ്, എന്താണ്? ആരാധിക്കുന്നവർ, സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത് എന്നുള്ള വേർഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ്? Those who worship him must do so in spirit and truth. അപ്പോൾ ദൈവത്തെ ആരാധിപ്പാൻ ആഗ്രഹിക്കുന്ന ആരും എങ്ങനെ ചെയ്യണം? അത് സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. പ്രൈസ് ലോർഡ്. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പ്രൈസ് ഗോഡ്. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അരികിൽ എത്തുന്നില്ല. അപ്പോൾ നാം സത്യം, അതേ സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന, ഇതാണ് പുതിയ നിയമത്തിന്റെ ആരാധന. അപ്പോൾ എവിടെയാണ് സിൻസിയർലി ഉള്ള ഒരു ആരാധനയിലേക്ക്, ഒത്തന്റിസിറ്റിയിലേക്കുള്ള ആരാധനയിലേക്കാണ്
കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. സത്യ തൽപരരായവർക്ക് മാത്രമേ ദൈവവചനം കേൾക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്ന് പറയുമ്പോൾ, സത്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ശരിയായതും നീതിയുള്ളതുമായ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സത്യത്തിലേക്ക് സത്യമായി ആരാധിപ്പാൻ കഴിയും. എന്താണ് ശരിയായതും നീതിയായതുമായ ലക്ഷ്യങ്ങൾ നമുക്കുണ്ടായിരിക്കണം. രണ്ടാമത്, നീതിയുള്ള ചിന്തകൾ വേണം നമുക്ക് ചിന്തിക്കേണ്ടതിന്. എന്താണ് നീതിയുള്ള ചിന്തകൾ ചിന്തിക്കുന്നവരാണ് ആമേൻ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ കഴിയുന്നത്. മൂന്നാമത്, നമ്മുടെ വാക്കുകളിലൊക്കെ നീതിയുള്ള വാക്കുകളായിരിക്കണം. പ്രൈസ് ഗോഡ്. നമ്മുടെ സഹോദരന് ഒരു തെറ്റ് ചെയ്തു, അത് നമ്മൾ താങ്ങിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല. അമ്മയെ സ്നേഹത്തോടെ കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. മക്കളെ, അത് ദൈവഹിതമില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് ഇച്ചിരി നഷ്ടമുണ്ടായാൽ സാരമില്ല, ദൈവം നമ്മളെ അപ്പുറത്തൂടെ കരുതിക്കോഴും, നമുക്ക് നീതിയില്ലാത്ത ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ പ്രാഗൽഭ്യം നഷ്ടപ്പെടാതെ നമ്മൾ ദൈവസന്നിധിയിൽ സൂക്ഷിക്കണം. അതുകൊണ്ട് നീതിയുള്ള വാക്കുകൾ നമ്മൾ സംസാരിക്കണം. നാലാമത്തത്, നീതിയുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യാൻ തയ്യാറാകണം. ഇപ്പൊ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവവേദത്തിൽ അറിഞ്ഞിരിക്കേണ്ട അതേ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്താണ് ശരിയായതും നീതിയായതുമായ ലക്ഷ്യങ്ങൾ ആമേൻ ദൈവവേദത്തിൽ ഉണ്ടായിരിക്കണം. ശരിയായതും നീതിയായതുമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. രണ്ടാമത്, നീതിയുള്ള ചിന്തകളായിരിക്കണം നമ്മുടെ മനസ്സിലൂടെ റൺ ചെയ്യേണ്ടത്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകലരുടെ അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ ക്രോധം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു എന്നാണ് 4-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, എന്റെ നീതിയായ ദൈവമേ എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. ജബ്മേ സക്കേത്തിമേന്ത തബ് തൂനെ മുझे വിസ്താർ കിയ. ഞാൻ ഞെരുക്കത്തിലായിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ നീതിയുള്ള ചിന്ത ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മുടെ വാക്കുകളോ നീതിയുള്ള വാക്കുകളായിരിക്കണം. ഒരാൾക്ക് ദോഷം വരുന്ന രീതിയിലോ അവർക്ക് തിന്മ സംഭവിക്കുന്ന രീതിയിലോ നമ്മൾ ഒരു നാളും സംസാരിക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ പ്രവർത്തികൾ എങ്ങനെ ആയിരിക്കണം? നീതിയുള്ളതായിരിക്കണം. അപ്പൊ നമ്മളെ മറ്റുള്ളവർ കാണുമ്പോൾ നമ്മുടെ അതേ പെരുമാറ്റത്തിലും പ്രവൃത്തിയിലുമുള്ള വിശുദ്ധി ആരാധിക്കുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദൈവത്തിന് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയണം, അതേ സ്തോത്രം സ്തോത്രം. ശ്രീമോനും അമ്പിളി സിസ്റ്ററും ഒക്കെ താമസിക്കുന്ന ദേശത്ത് കർത്താവിന് പറയാൻ കഴിയണം, എൻ്റെ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും എന്നെ സേവിക്കുന്ന, വിശ്വസ്തയോട് സേവിക്കുന്ന എൻ്റെ പൈതങ്ങളാണ് അവിടെ താമസിക്കുന്നത്. കാനഡയിൽ സാബു ആലുങ്കൽ കർത്താവിന് പറയാൻ കഴിയണം, എൻ്റെ കുഞ്ഞായിരിക്കുന്നിടത്ത് എന്നെ മുറുകെ പിടിച്ച് ജീവിക്കുന്നു. മസ്കറ്റിലായിരിക്കുന്ന ഷാജിയോട് പറയുന്നു, ആയിരിക്കുന്ന സ്ഥലത്ത് വിശ്വസ്തയോട് ജീവിക്കുക. യുഎസിലായിരിക്കുന്ന റൊണാൾഡോനോട് പറയുന്നു, ആയിരിക്കുന്ന സ്ഥലത്ത് അതേ വിശ്വസ്തയോടെ ആയിരിക്കുന്നുവെന്ന് കർത്താവിന് സാക്ഷ്യം പറയാൻ കഴിയണം. സിനിയോട് പറയുന്നു, കാനഡയിൽ അതേ വിശ്വസ്തയോടെ ആയിരിക്കട്ടെ. സ്റ്റേറ്റ്സിലായിരിക്കുന്ന സുബ കർത്താവ് പറയട്ടെ, എൻ്റെ പൈതൽ വിശ്വസ്തയോടെ ആയിരിക്കുന്നു. അങ്ങനെ ഓരോ സ്റ്റേറ്റിലും ഓരോ രാജ്യങ്ങളിലും ആയിരിക്കുന്നവരെ കർത്താവ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ CCTVയിൽ നിന്ന് മാത്രം ഒരു പവർ കട്ടും ഉണ്ടാകത്തില്ല. അവിടുത്തെ ഒരു സിസ്റ്റവും ഹാങ് ആയി പോകത്തില്ല. പ്രൈസ് ഗോഡ്. കാരണം 400 ഇയേഴ്സിന് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യം എബ്രഹാമിനോട് ദൈവം പറഞ്ഞ കാര്യം തലമുറയായി പ്രൈസ് ഗോഡ് ദൈവം ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓ സ്തോത്രം 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 സ്തോത്രം. ഈ 54-ാമത്തെ സെഷനിൽ ദൈവവചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ വളരെ താഴ്മയോടും നിങ്ങളെ പ്രത്യാശയോടും ഉണർത്തി ധൈര്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാകുന്നു. നിങ്ങൾ ആദ്യം അങ്കലാപ്പിലാകുന്ന നിങ്ങളുടെ ഓരോ ഉള്ളറകളിലെ നൊമ്പരങ്ങളുടെ ശബ്ദങ്ങളിലും അല്പം മുമ്പേ അതേ പ്രാർത്ഥന ലീഡ് ചെയ്തപ്പോൾ ഓരോ വചനങ്ങൾ എംബസൈസ് ചെയ്ത് പരിശുദ്ധാത്മാവ് ഇന്നിന്ന കാര്യങ്ങൾ അതേ ഹേമിച്ച് നിർബന്ധിച്ച് അതേ പറഞ്ഞ് അതേ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പ്രാർത്ഥിച്ച വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചല്ലോ. അതെ, ആത്മാവിന്റെ നടത്തിപ്പ് നമ്മുടെ ലൈഫ് ടൈം നമുക്കുണ്ടായിരിക്കണം. നമുക്ക് നോട്ട് ഓൺലി 2 hours the worship time, no the interval time is very important.
ഇന്റർവൽ ടൈം ഈസ് വെരി കെയർഫുൾ, വെരി കെയർഫുൾ. യുവർ വേർഡ്, ആമേൻ, നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ നോട്ടങ്ങൾ, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ ഇടപെടിയിൽ, നിങ്ങളുടെ സംസർഗം, നിങ്ങളുടെ കൊടുക്കൽ വാങ്ങുകൾ, ആമേൻ, നിങ്ങളുടെ മെസ്സേജ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്, ആമേൻ, എവറിത്തിങ്, എല്ലാ മേഖലയിലും നമ്മൾ ദൈവസന്നിധിയിൽ ആമേൻ വളരെ 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 ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. താങ്ക് യു റൊണാൾഡ്. ആമേൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മാത്രമല്ല, അപ്പോൾ നമ്മളുടെ പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും കൂടെ വിശുദ്ധി ഉണ്ടായിരിക്കണം എന്നുള്ളത് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു ദൈവബദലിനോടുള്ള ബന്ധത്തിൽ കാണുന്നത്. അപ്പോൾ എന്താണ് അതിൽ നാം സത്യത്തിലും ആത്മാവിലും ആരാധിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. മറ്റു ചില കാര്യങ്ങളുടെ നിങ്ങൾ 1 by 1 ആയി എഴുതണം. നാം ചിന്തിപ്പാനിടയായ ശരിയായ ഇതും നീതിയുള്ളതുമായ ലക്ഷ്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം. നീതിയുള്ള ചിന്തകൾ ഉണ്ടായിരിക്കണമെന്നും നീതിയുള്ള വാക്കുകളാണ് നമ്മൾ സംസാരിക്കേണ്ടതെന്നും അതേ നീതിയുള്ള പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ നമ്മുടെ പെരുമാറ്റത്തിലും പ്രവൃത്തിയിലുമുള്ള വിശുദ്ധി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്തോത്രം. ചില ആളുകളുടെ സംഭാഷണവും ഒക്കെ കേൾക്കുമ്പോൾ മനസ്സിടിഞ്ഞതും മനസ്സ് മുറിക്കുന്നതുമായ രീതികൾ കാണും. എന്താ കാര്യം? അവർക്ക് അതിനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടില്ല. പല സ്ഥലങ്ങളിൽ സഭകളിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായോഗിക ക്രിസ്തീയ ജീവിതം എങ്ങനെ ആയിരിക്കണം, ചർച്ചിൽ എങ്ങനെ ആയിരിക്കണം, വീട്ടിൽ എങ്ങനെ ആയിരിക്കണം, സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് അത് സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള ഒരു പഠനവുമൊന്നും ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും ലഭിക്കുന്നില്ല, നമ്മുടെ സഭകളിൽ ലഭിക്കുന്നില്ല. കുഞ്ഞുങ്ങളുടെ വളർച്ചാ ഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞു, ആദ്യത്തെ സ്കൂൾ അവരുടെ പേരൻസ് ആണ്. പ്രൈസ് ലോർഡ്. അവിടാണ് ആദ്യത്തെ ഫസ്റ്റ് സ്കൂൾ. പിന്നെ അവരുടെ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളിലും അവരുടെ ടീനേജ് പ്രായത്ത് എങ്ങനെ അവർ ആയിരിക്കണം, ആരെയൊക്കെ ഉൾക്കൊള്ളാം, എങ്ങനെയുള്ളവരെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാം, എങ്ങനെയുള്ളവരിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു മാറിയിരിക്കണം, ആർക്കൊക്കെ അവരുടെ ശരീരത്തിൽ തൊടാം, അവരെ ഏതുവരെ അവർക്ക് പോകാം, ഇങ്ങനെയുള്ളതിനെ കുറിച്ച് വ്യക്തവും കൃത്യമായിട്ടുള്ള ടീച്ചിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. വരുന്നു, ആമേ 1-2 പാട്ട് പാടുന്നു, അത് കുറെ അനൗൺസ്മെന്റുകൾ നടക്കുന്നു, ആമേ തുള്ളിച്ചാടുന്നു, നൃത്തം ചെയ്യുന്നു, ഏതെങ്കിലും ഒരു സർമൺ കേൾക്കുന്നു, അവർ സ്ഥലം വിടുന്നു. അതിനപ്പുറത്ത് കുഞ്ഞുങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിനെ കുറിച്ചുള്ള അതേ ബിബ്ലിക്കൽ കൺസെപ്റ്റ് എന്താണെന്നുള്ള കാര്യം അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഒരു ഓറിയന്റേഷൻ ഇന്ന് പല സ്ഥലങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞുങ്ങൾ യൂത്ത് പ്രായമാകുമ്പോഴേക്കും അവർ തെറ്റിപ്പോകുന്നു, ഇടറിപ്പോകുന്നു. അവരുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് അവർക്ക് കർത്താവിനെ പ്രസന്റ് ചെയ്യാനോ കർത്താവിനോട് നിൽക്കാനോ അവർക്ക് കഴിയാതെ പോകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം അവരെയും പഠിപ്പിക്കുന്നതോടൊപ്പം നിർമ്മലമായ ലക്ഷ്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം. വളരെ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ ഹാർഡാണ് മുന്നോട്ട് പോകാൻ. പക്ഷേ ഇമ്പോസിബിൾ എന്ന് നമുക്ക് തോന്നിയാലും ദൈവത്താൽ സകലതും സാധ്യമാണ്. ആമേൻ. യോസഫ് ഒറ്റയ്ക്ക് കൊട്ടാരത്തിലും ഒറ്റപ്പെട്ട് അവിടെ ഒരു പുരോഹിതനോ പ്രവാചകനോ ഒരാരാധനയോ ഒന്നുമില്ല. പക്ഷെ തൻ്റെ ഉള്ളിൽ ഒരു നീതിബോധം ഉണ്ടായിരുന്നു. എന്താ? ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുമോ? നോക്കുക, തൻ്റെ ഉള്ളിലുള്ള ദൈവഭയമായിരുന്നു. ആ തെറ്റുകൾക്ക് അവസരം വന്നപ്പോൾ, ഓഫർ മുന്നിൽ വന്നപ്പോൾ, രഹസ്യ പാപത്തിനുള്ള ചാൻസുകൾ ലഭിച്ചപ്പോൾ അതിൽ നിന്ന് തന്നെ ജീവനം കൊണ്ട് ഓടുവാൻ പ്രേരിപ്പിച്ച ഘടകമെന്ന് പറയുന്നത് ദൈവഭയമായിരുന്നു. ആ ദൈവഭയം എങ്ങനെ ഉണ്ടായിരുന്നു? അവന്റെ 17ാമത്തെ വയസ്സിൽ അവന് കിട്ടിയ എൻകൗണ്ടർ ആയിരുന്നു. ഈ ദിവസങ്ങളിൽ 2024 അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ വളരെ വളരെ അധികം ദൈവസനെ പ്രാർത്ഥിക്കുകയാണ്. തിരുവചനം പഠിക്കുന്ന സകല വേദ വിദ്യാർത്ഥികളുടെയും ആമേൻ എല്ലാവരുടെയും കുഞ്ഞുങ്ങൾക്ക് പേഴ്സണലായ ഒരു എൻകൗണ്ടർ കർത്താവേ അവിടുന്ന് നൽകണമേ. ദൈവമായി ഒരു ശരിയായ കണക്ഷനിലേക്ക് പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ ആമേ മുതിർന്ന കുഞ്ഞുങ്ങൾ വരെയും എത്തേണ്ടതിനായി റിമന ഹദൽ ഗജനഗസിയ യേശുവിന്റെ നാമത്തിൽ 1 മിനിറ്റ് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ക്ലാസ് നടക്കുമ്പോൾ തന്നെ ഒരുമിച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. യെസ് മൈ ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതേ ദേശത്തിന്മേൽ അതേ നേരത്തെ നമ്മൾ കേട്ടതുപോലെ ഞങ്ങളെ ഇവിടുന്ന് വിടരുതേ എന്ന് അതേ ലഗിയോൻ, ലീജിയൻ എന്ന വാക്കിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. 6000 എന്നാണ് അതിന് അർത്ഥം. 6000 അശുദ്ധാത്മാക്കളുടെ ഗ്യാങ്ങിന് ഇഷ്ടമല്ല ദേശം വിട്ടുപോകാൻ ഒരു വ്യക്തിയിൽ കുടിയിരുന്നതായി നമ്മൾ കേട്ടു. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് രാത്രിയിലും തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ആമേൻ ശത്രു കാണാതെ വണ്ണം മറയ്ക്കപ്പെടുവാൻ
യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ശരിയായ ലക്ഷ്യങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം എത്തിക്കേണ്ടതിന് നമുക്ക് ശരിയായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ താഴ്മയോട് ഓർപ്പിക്കുന്നു. മറ്റൊരു കാര്യം, ശരിയായ മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്. ദൈവകൃപ പ്രാപിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ അധികാരികൾക്ക് കീഴടങ്ങത്തില്ല. അത് നല്ലതല്ല. ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങി ഇരിപ്പീനെന്നാണ്. പ്രവാചകന്മാരുടെ ആത്മാവ് പ്രവാചകന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നും കൂടെ നമ്മൾ കാണുന്നു. മറ്റൊരു കാര്യം, നമ്മൾ സംസാരിക്കുമ്പോൾ സത്യത്തിലും സ്നേഹത്തിലും വേണം നമ്മൾ സംസാരിക്കാൻ. അപ്പോൾ സ്നേഹത്തിൽ അന്യോന്യം സത്യം സംസാരിക്കണം. ഭോഷ്ക് പറയരുത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവരുടെ വായ അടയപ്പെടുന്ന മറ്റൊരു ഭാഗമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം അത് വെറുക്കുന്നു എന്നുള്ള മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം, നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മൾ വിജയകരമായ ശുശ്രൂഷയ്ക്ക് പറഞ്ഞ 25 കാര്യങ്ങളിൽ ഒന്നാണ് വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തരായിരിക്കണം. നിങ്ങളെ ഏൽപ്പിക്കുന്ന ഏത് കാര്യത്തിലും നിങ്ങൾക്ക് വിശ്വസ്തത നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അത് ആത്മമനുഷ്യന്റെ നട്ടെല്ലാണ്. മറ്റൊരു കാര്യം, കർത്താവാണ് മേലധികാരി എന്ന് കരുതി നമ്മുടെ ജോലികൾ നമ്മൾ ചെയ്യണം. നോക്കുക, ഏത് കാര്യം നമ്മളെ ഏൽപ്പിച്ചാലും നമ്മുടെ ബോസ് വരുമ്പോൾ കാണിക്കുന്ന ആത്മാർത്ഥതയല്ല ആവശ്യം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അദ്ദേഹത്തിന്റെ ആബ്സെന്റിൽ നിങ്ങൾക്ക് തികച്ചും ആ ബോധ്യം ഉണ്ടായിരിക്കണം. യെസ്, എൻ്റെ മേളിൽ എൻ്റെ ദൈവമുണ്ട്, എൻ്റെ കർത്താവ് കാണുകയാണ്. നിങ്ങൾ മേടിക്കുന്ന പൈസയുടെ ഡബിൾ വർക്ക് ആ കമ്പനിക്ക് ചെയ്തെങ്കിലേ ആ കമ്പനിക്ക് ബെനിഫിറ്റ് ഉണ്ടാകും. ആ കമ്പനി അഭിവൃദ്ധിയിലേക്ക് വന്നെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ടൈമിന് നിങ്ങൾക്ക് പേയ്മെന്റ് തരാൻ കഴിയുകയുള്ളൂ. ആ കമ്പനി നഷ്ടത്തിൽ പോകാൻ പാടില്ല, അത് നശിച്ചു പോകാൻ പാടില്ല. നാളെ നിങ്ങൾ റിട്ടയർ ആയാലും ആ കമ്പനിയുടെ അതേ സ്പോൺസർമാരും അവരുടെ മക്കളും പറയണം, ഇന്നാര് ഇന്ത്യയിൽ നിന്ന്, അതേ ഒരു ഇന്ത്യക്കാരൻ ഇവിടെ ഈ കസേരയിൽ ഇരുന്ന് വർക്ക് ചെയ്തപ്പോൾ എൻ്റെ കമ്പനി എത്ര അനുഗ്രഹിക്കപ്പെട്ടു, പ്രോഗ്രസ് ആയി ആമേ എന്ന് അവര് പറയത്തക്കവണ്ണം ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നുവെന്നും രാജാവിന് നഷ്ടം വരാതെയുള്ള ജോബിൽ താൻ ഫെയ്ത്ത്ഫുൾ ആയിരുന്നുവെന്നും നമ്മൾ വായിക്കുന്നു. ഓക്കെ, അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന ആളുകൾ എങ്ങനെ ആയിരിക്കണം? സത്യത്തിലും ആത്മാവിലും. ആത്മാവിലുള്ള ആരാധന. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം ഇങ്ങനെ ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ നെഹമ്യാവ് ഇങ്ങനെ ഇസ്രായേൽ ഇങ്ങനെ പുസ്തകം വായിക്കുമ്പോൾ താൻ ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം തൻ്റെ ജനത്തെ നയിക്കേണ്ടതിന് വേണ്ടി അവർക്ക് തൻ്റെ ആത്മാവിനെ നൽകി എന്നൊരു വാക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ്? ആ 9-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാം വാക്യം, അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു. നോക്കുക, അവരെ ഉപദേശിക്കേണ്ടതിന്, അത് വരയിടണം നിങ്ങൾ. ഓക്കെ, എന്താണ്? അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു. നോക്കുക, ഇസ്രായേൽ ജനത കുറിച്ച് ദൈവം പറയുമ്പോൾ എൻ്റെ ആത്മാവ് അവരെ തഞ്ചുമാറാക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. തലോടിയ സമയങ്ങൾ, എത്രയോ സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സ് എത്ര മുറിവേറ്റ് എങ്ങനെയാണ് തകർന്ന് തരിപ്പണമായ സമയത്ത് ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ, കഴിപ്പാൻ മനസ്സില്ലാതെ, കുടിപ്പാൻ മനസ്സില്ലാതെ, ഉറങ്ങാൻ കഴിയാതെ നിങ്ങൾ അങ്കലാപ്പിലായി ദൈവവചനം മാത്രം ആറോട് ചേർത്ത് പിടിച്ച് ദൈവസനെ നെടുവീർപ്പെട്ട സമയങ്ങളിൽ നിങ്ങളുടെ മുറിയിൽ ഇറങ്ങി നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന സമയത്ത് ഇറങ്ങി വന്ന് സ്വാന്തനം നൽകിയ ആ സാന്നിധ്യം എത്രയോ നൂറുകണക്കിന് സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിലെ നമ്മുടെ 40 ഡേയ്സ് വചനധ്യാനത്തിൽ ഞാൻ സദാ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ക്ലാസ്സുകളിലും നിങ്ങൾക്കത് ലഭിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ എന്താണ്? അതേ ദൈവത്തിന്റെ ആത്മാവിനെ അവർക്ക് എന്തിനു കൊടുത്തു? ഉപദേശിക്കേണ്ടതിന് കൊടുത്തു. നമ്മൾ കാണുന്നു. എന്നാൽ അവരെന്ത് ചെയ്തില്ല? പലപ്പോഴും അത് അംഗീകരിച്ചില്ല. അവരുടെ തകർച്ചയ്ക്ക് കാരണം അവരുടെ ഹൃദയത്തിന്റെ പിന്മാറ്റമായിരുന്നു. നാം ഒരു തെറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സ് പ്രിപ്പയർ ആയതിനു ശേഷം അത് ചെയ്യത്തുള്ളൂ. ഒരു പാപം ചെയ്യണമെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് അത് പ്രിപ്പയർഡ് ആയതിനു ശേഷമേ ചെയ്യത്തുള്ളൂ. അല്ലാതെ അബദ്ധത്തിലോ മണ്ടത്തരത്തിലോ ഒന്നുമല്ല നമ്മൾ പല തെറ്റുകളും ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ശരിയായ നിലയിൽ ഒരുപക്ഷെ സാത്താൻ അതിന്റെ കോൺസിക്വൻസിനെ കുറിച്ചുള്ള അവയർനെസ് ഇഗ്നോർ ചെയ്യിപ്പിക്കാൻ സാധ്യതയുണ്ട്. ചെയ്തു കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങളുടെ മനസ്സിന് അങ്കലാപ്പും ഭയവും ഭാരവും ഉണ്ടാകുന്നത്.
വീഴ്ചകൾ ആർക്കും വരാം, കുറവുകൾ ആർക്കും സംഭവിക്കാം, മിസ്റ്റേക്ക് ആർക്കും സംഭവിക്കാം. പക്ഷേ കുറവ് സംഭവിച്ചാൽ അത് നാളത്തേക്ക് ഹൈഡ് ചെയ്ത് മാറ്റാതെ നിങ്ങൾ ദൈവസന്നിധിയിൽ പോകണം. കർത്താവേ, ഞാൻ എൻ്റെ ലേബേഴ്സുമായി സംസാരിക്കുമ്പോൾ ഇച്ചിരി മുഷിഞ്ഞ് അതേ വാക്കുകൾ ഉപയോഗിച്ച് പോയി കർത്താവേ, അതെന്റെ ജോലിയോടുള്ള വിശ്വസ്തതയിൽ ഞാൻ കാണിച്ച കുറച്ച് ആവേശമായി പോയി. പക്ഷെ കർത്താവേ, എനിക്ക് ദൈവസന്നിധിയിൽ എൻ്റെ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു പോകാതെ, എനിക്ക് എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിന് അതൊരു ബലഹീനതയായി പോകാൻ, ദുർബലമായി പോകാൻ ഇടവരാതെ എന്നെ പ്രൊട്ടക്ട് ചെയ്യണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ അന്നേരെ ദൈവത്തിനെ നിരപ്പ് പ്രാപിച്ച് റീകണക്ട് ചെയ്തോണം. ദൈവത്തിന് സ്തോത്രം. ഇല്ലെങ്കിൽ തെറ്റായ ചിന്തകളിലേക്ക് പിശാചി കാട് കയറി നിങ്ങളെ കൂടുതൽ ആത്മീയ തലത്തിൽ നിന്ന് അകറ്റി മാറ്റാൻ സാധ്യതയുണ്ട്. സോ മനസ്സിലാക്കി. അപ്പോൾ പുതിയ നിയമ ആരാധനയിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ആമീൻ, ആ മലയിലുമല്ല ഈ മലയിലുമല്ല. അവിടെ പ്ലേസിനേക്കാൾ ഇമ്പോർട്ടന്റ് എന്താണ്? സത്യത്തിനും ആത്മാവിനുമാണ്. സ്തോത്രം, ഹല്ലേലൂയ. തിരുവചന സത്യങ്ങൾ മനസ്സിലാക്കുകയും ആത്മനിറവിൽ ആരാധിക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യകതയാണ് കർത്താവ് വിരൽ ചൂണ്ടുന്നത്. ആ ചൂണ്ടുപലക പോയി എത്തുന്നത് പെന്തക്കോസ്ത് നാളിലേക്കാണ് പോകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അഭിഷേകം പ്രാപിക്കാനുള്ള ആളുകൾ അതിനുവേണ്ടി ദാഹിച്ച് ദൈവസനെ പ്രാർത്ഥിക്കണം. ബാപ്റ്റിസം എടുത്തിട്ടില്ലാത്ത ആളുകൾ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. ധൃതി വെക്കണ്ട. ആമേൻ. നിങ്ങൾ ദൈവവചനം പഠിച്ച് അത് ഒരുങ്ങി കഴിയുമ്പോൾ കർത്താവ് അതിന് കൃത്യമായ സമയവും അതിനുള്ള അവസരവും ദൈവം നിങ്ങൾക്ക് ഒരുക്കി തരും. പ്രൈസ് ഗോഡ്. കർത്താവ് നിങ്ങളുടെ ഉള്ളത്തിൽ എന്ത് നിർബന്ധിക്കുന്നോ അതിന് നിങ്ങൾ ഒന്നാം സ്ഥാനം കൊടുത്താൽ നിങ്ങൾ ഒരിക്കലും ഫെയിലിയർ ആകുകയില്ല എന്നുകൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഒന്ന്, വർഷിപ്പ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. രണ്ടാമത്തെ കാര്യം, പുതിയ നിയമ ആരാധന എന്ന് പറയുന്നത് അത് ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള വർഷിപ്പാണ്. പ്രൈസ് ലോർഡ്. എന്താണ് അത്? കർത്താവിനെ ആരാധിക്കുന്ന തലമാണ് നമ്മൾ കാണുന്നത്. അതിന് ഒരാൾ വായിക്കേണ്ടത് കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം 16-17 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം അതേ 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ എന്താണ്? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ എന്ന് നാം വായിക്കുന്നു. അപ്പൊ എന്താണ്? അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ക്രിസ്തുവിന്റെ വചനം അത് ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. അപ്പോൾ സങ്കീർത്തനം ആവശ്യമാണ്, സ്തുതി ആവശ്യമാണ്, സ്തുതിഗീതങ്ങൾ ആവശ്യമാണ്, ആത്മീയ ഗീതങ്ങൾ ആവശ്യമാണ്. എന്നിട്ട് എന്താണ്? പരസ്പരം പഠിപ്പിക്കുവാനും പരസ്പരം ബുദ്ധി ഉപദേശിക്കുവാനും. എങ്ങനെയാണ്? നന്ദിയില്ലാത്ത ഹൃദയമായിട്ടല്ല പറയുന്നത്. അതെ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ എങ്ങനെ വേണം? നന്ദിയോടെ ദൈവത്തിന് പാടണം. പ്രൈസ് ഗോഡ്. നന്ദിയോടെ ദൈവത്തിന് പാടണം. നമ്മൾ പാടുന്നുണ്ടല്ലോ, സുധാ ക്യാൻ യു സിംഗ്? നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്നുള്ള പാട്ടുണ്ടല്ലോ. എന്താണ്? നമുക്ക് എല്ലാവർക്കും അതറിയാവുന്ന പാട്ടാണ് അല്ലേ? നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ഇച്ചിരി അടുത്ത് വെച്ച് പാടിയാട്ടെ. എനിക്കേകിയോനു സ്തുതി, യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനു സ്തുതി. അപ്പോൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും. അപ്പോൾ ഈ ഫെലോഷിപ്പ് നടക്കുമ്പോൾ മാത്രമല്ല, എപ്പോഴാണ്? എപ്പോഴും ദൈവത്തിന് പാടുന്ന ഒരു അനുഭവം. പ്രൈസ് ഗോഡ്. എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവം. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ വർഷിപ്പ് ഒരു വ്യക്തി കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിയുമ്പോൾ
ഒരു ദൈവമകളാകുന്നു, ദൈവമകനാകുന്നു. പിന്നീടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളി വരുന്നത്. പപ്പ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെ പിതാവേ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്ത് വേണം? അപ്പനിൽ ജനിച്ചെങ്കിലേ മക്കളാകുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ചില ആളുകളെ ഒക്കെ ഇങ്ങനെ അപ്പച്ച അപ്പച്ച അമ്മച്ചി അമ്മച്ചി എന്ന് വിളിക്കും. പക്ഷെ വീതം വെക്കാൻ വരുമ്പോ ആ അപ്പച്ചൻ അയൽവാസിക്കൊന്നും എന്ത് ചെയ്യത്തില്ല, വീതം വെച്ചു കൊടുക്കത്തില്ല. കാരണം എന്താ? അതെല്ലാം ചുമ്മാ മക്കളാ. സ്തോത്രം. ഞങ്ങളുടെ നൈബറായിരുന്ന ഒരു പ്രിയപ്പെട്ടവന്റെ വീട്ടിൽ ഒരാള് ഇങ്ങനെ സ്ഥിരം വരും, ഫ്രണ്ട്സാ. അപ്പൊ ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട് അളിയാളിയാന്നാ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ അദ്ദേഹത്തോട് ഒരു ദിവസം ചോദിച്ചു, അപ്പൊ എത്ര അളിയന്മാരുണ്ട് ഇപ്പൊ ഈ സ്ഥിരമായിട്ട് നിങ്ങളെ കാണുന്ന ഒരാളുടെ? അത് ചുമ്മാളിയനാന്ന്. അത് ചുമ്മാളിയനാ. സഹോദരങ്ങളെ, ചുമ്മാ മക്കളെ ഒക്കെ കിട്ടത്തില്ല. ആമീൻ. അവനെ കൈക്കൊണ്ടോ, അവന്റെ നാമത്തിൽ വിശ്വസിച്ചോ ദൈവമക്കളാണ്. മക്കളെങ്കിൽ അവകാശികളാണ്. അവരാണ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ തിരിച്ചറിയുക. അപ്പൊ രണ്ടാമത്തെ കാര്യം പുതിയ നിയമ ആരാധനയിൽ നമ്മൾ കാണുന്നത്, ഒന്നാമത് നമ്മൾ കണ്ടത് എന്താണ്? വർഷിപ്പ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. രണ്ടാമത്തത് ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള വർഷിപ്പാണ്. അതാണ് നമ്മൾ വാക്യം വായിച്ചത്. മൂന്നാമത്തത്, അതേ പുതിയ നിയമ ആരാധനയിൽ പരിശുദ്ധാത്മാവിന് വലിയ റോളുണ്ട് എന്നുള്ളതാണ്. ദ റോൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് റോമാലേഖനം 8-ാമത്തെ അധ്യായം 26, 27 വാക്യങ്ങളിലേക്ക് നിങ്ങൾ വരണം. റോമാലേഖനം 8-ാം അധ്യായം 26, 27 വാക്യങ്ങൾ എന്താണ്? നാം എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് അറിയുകയില്ല, എന്നാൽ എന്തെഴുതിയിരിക്കുന്നു? ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത വാക്കുകളാൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുകയാണ്? ഇടിവിൽ നിൽക്കുകയാണ്, മധ്യസ്ഥ അണയ്ക്കുകയാണ്. കാരണം അതേ നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിന് മാത്രമേ എന്താണ് എന്ന് വ്യക്തമായിട്ട് അറിയാൻ കഴിയൂ. വായിക്കാം ഒരാൾക്ക് റോമാലേഖനം 8-ാമത്തെ അധ്യായം 26, 27 വാക്യങ്ങൾ. ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നോക്കുക. അപ്പോൾ ആരാധനയിൽ ദൈവാത്മാവിന്റെ വലിയ അതേ ഹെൽപ്പ് നമുക്ക് ആവശ്യമായിരിക്കുകയാണ്. അപ്പോൾ ആരാധനയിൽ ദ റോൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം 42 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ കുറച്ചുകൂടെ കാണുന്നുണ്ട്, ഒറ്റപ്പെട്ടുള്ള ഒരു ജീവിതമല്ല ഒരു ദൈവവൈദ്യനുള്ളത്. പിന്നെ എങ്ങനെയാണ്? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുന്നു, പിന്നെ കൂട്ടായ്മ ആചരിക്കുന്നു, അടുത്തത് അപ്പം നുറുക്കുന്നു, പ്രാർത്ഥന കഴിച്ചു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെയെല്ലാം കാണുന്ന ഒരു കാര്യം ഒരുമിച്ചുള്ള കൂട്ടായ്മ, ഒന്നിച്ച് അവര് ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കാനും അതേ പ്രാർത്ഥിക്കുവാനും ഒന്നിച്ചുള്ള ഒരു നിയോഗമാണ് നമ്മൾ അവിടെ കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇനി മൂന്നാമത്തെ പ്രത്യേകത, അതേ ഒരുമിച്ചുള്ള ആരാധന, ഒന്നിച്ച ആരാധന. അപ്പോൾ ഒന്ന് നമ്മൾ കണ്ടു, സത്യത്തിൽ ആത്മാവിലും വേണം. 2 ക്രൈസ്റ്റ് സെന്റേർഡ് ആയിരിക്കണം. 3 ഹോളി സ്പിരിറ്റിന്റെ റോള് വർഷിപ്പിന് ഉണ്ട്. 4 ഒറ്റയ്ക്കുള്ള ഒരു ആരാധനയല്ല. എബ്രായ ലേഖനം 10-ാം അധ്യായം 24, 25 വാക്യങ്ങളിൽ എന്തു പറയുന്നു? ചിലർ ചെയ്യുന്നത് പോലെ നമ്മൾ സഭായോഗങ്ങളെ എന്ത് ചെയ്യരുത്? ഉപേക്ഷിക്കരുത്. പിന്നെന്താണ്? അതേ കർത്താവിന്റെ നാൾ സമീപിക്കുന്നു എന്ന് അറിയും തോറും നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ദിവസവും ആ കാര്യത്തിൽ നമ്മൾ വർദ്ധിച്ചു വരുന്നവരായിരിക്കണം. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ ഒരു ഫംഗ്ഷന് പോകാൻ നിങ്ങൾ പോയില്ലേ, സാരമില്ല, പക്ഷെ ഒരു ആരാധന നിങ്ങൾ കളയരുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ ദൈവദാസൻ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വേണ്ടി ആ യോഗസ്ഥലത്ത് വരുമ്പോൾ ഒരിക്കലും അതിനെ അലക്ഷ്യമായി കാണാതെ, നിങ്ങളുടെ ദൈവദാസന്റെ നിലനിൽപ്പും ശുശ്രൂഷയ്ക്കുള്ള ഉത്സാഹം എന്ന് പറയുന്നത് സമർപ്പണമുള്ള ദൈവമക്കളുടെ സഹകരണമാണ്, സമർപ്പണമുള്ള ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്.
സമർപ്പണമുള്ള ദൈവമക്കളുടെ, ആത്മാർത്ഥതയുള്ള ദൈവസേനയിലുള്ള, വിശ്വസ്തതയിലുള്ള ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയുടെ സാന്നിധ്യമാണ് ഈ ദൈവദാസന്മാർക്ക് ബലവും കൂടുതൽ ഊർജവും നൽകുന്നത് എന്നുള്ള കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഒരുമിച്ചുള്ള ആരാധനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. അതും കൂടെ നിങ്ങൾ എഴുതി വച്ചിരിക്കണം. അഞ്ചാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ആരാധന അത് ജീവിതത്തിന്റെ ഒരു ചര്യയായി മാറുക. എന്താ പറയുന്നത്? അല്ലെങ്കിൽ വർഷിപ്പ് ആസ് എ ലൈഫ് സ്റ്റൈൽ എന്ന് വേണം നമുക്ക് പറയാം. അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി തന്നെ അങ്ങ് മാറുന്ന ഒരു തലം. അതാണ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും, അടുത്തത് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. എന്താണ്? നമ്മള് പ്രസന്റ് ചെയ്യുകയാണ്. നമ്മുടെ ബോഡിയെ ഒരു ലിവിങ് സാക്രിഫൈസ് ആയിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു തലം ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ഇനി 6-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ആരാധനയിൽ ഗാനങ്ങളുടെ പ്രത്യേകതയെ കുറിച്ചും കൂടെ നമ്മൾ കാണുന്നത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. എന്താണ്? എഫേസ്യ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം വായിച്ചാട്ടെ. മറ്റൊരാള് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യം കൂടെ വായിച്ചാലും. എഫേസ്യ ലേഖനം 5:19. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. നോക്കുക, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിന് പാടുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. 7-ാമത്തേത് പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ആരാധനയും പ്രാർത്ഥനയും എന്നുള്ളതാണ്. ഫിലിപ്പിയ ലേഖനം 4-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങളിലൂടെ നമുക്ക് അതിനകത്ത് വായിക്കാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എന്തുകൊണ്ടാ വിചാരപ്പെടരുതെന്ന് പറയാൻ കാര്യം? ദൈവത്തെ ആരാധിക്കുന്നവർക്ക് അമിതമായ ഉത്കണ്ഠകളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ ആശ്വാസത്തിനായി ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ കഴിയും എന്നുള്ളതല്ലേ അതിനകത്ത് നമുക്ക് കാണുന്നത്. അല്ലെങ്കിൽ ആവശ്യങ്ങളുടെ മുഖത്ത് ഭാരപ്പെടുമ്പോൾ അവരെ സഹായിപ്പാനും അവർക്ക് വേണ്ടി വഴി തുറക്കുവാനും അവർക്ക് വേണ്ടി കരുതുവാനും കഴിയുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ഉണ്ട് എന്നുള്ളത് അവരുടെ ഉത്കണ്ഠകളെ മാറ്റിയെടുക്കുവാനായി കഴിയുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇനി പുതിയ നിയമത്തിന്റെ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യേശുക്രിസ്തുവിനെ ആരാധിക്കേണ്ടതിനുള്ള ചില വാക്യങ്ങൾ വളരെ വ്യക്തമായി വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് നിങ്ങൾ കുറിച്ചെടുക്കേണ്ടത് ആവശ്യമായിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം അതിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലേക്ക് ഒരാൾ വരണം. ഞാൻ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കണം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ. വേഗം വായിച്ചാട്ടെ. മറ്റൊരാൾ വെളിപ്പാട് പുസ്തകം 5-ാമത്തെ അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ മറ്റൊരാൾ വായിക്കണം. അടുത്തൊരാള് 7-ാമത്തെ അധ്യായം അതിന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. മറ്റൊരാൾ വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളോട് വായിക്കണം. അനിമാമ വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. ജിബി വീട്ടിലാണോ? ജിബി, ഓക്കെ. ഞാൻ പറഞ്ഞ വാക്യങ്ങൾ ഓരോരുത്തരായി വായിച്ചാട്ടെ. ആദ്യത്തെ വായിക്കുന്നു. വെളിപ്പാട് 4-ാമത്തെ അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യെസ്, 4:8 മുതൽ 11 വരെയുള്ളത്. 4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് ഇരിക്കുന്നതും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ 6-ാം അധ്യായം
അത് യെശയ്യാവിൽ കാണുന്നുണ്ട്. ഹോളി 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 എന്ന് പറയുന്ന അതേ തലം തന്നെ ഇവിടെയും നമ്മൾ കാണുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി, വായിച്ചാട്ടെ. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുന്നിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. വായിക്കുമ്പോൾ ഇച്ചിരി ശ്രദ്ധിച്ചാട്ടെ. 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണു എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. അടുത്തെന്ത് എഴുതിയിരിക്കുന്നു സിസ്റ്ററെ? കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും. എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാലും ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. ദൈവമക്കൾ ശ്രദ്ധിച്ചോണേ. ചില സ്ഥലങ്ങളിൽ ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളൊരു പ്രത്യേക ചിന്താരീതി. ദൈവമക്കളെ, നമ്മുടെ തൊഴിലിന്റെ പ്രൊഫഷനിന്റെ റാങ്കിനെ ബേസ് ചെയ്തൊന്നുമല്ല നമ്മൾ ദൈവത്തെ വന്ന് ആരാധിക്കുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ എല്ലാവർക്കും ഒരേ ശ്വാസമേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. അവിടെ നമ്മൾ ഇനി 10,000 കോടിയുടെ ആസ്തിയുള്ള ആളാണെങ്കിലും 5,000 പേർക്ക് നമ്മൾ ശമ്പളം കൊടുക്കുന്ന ആളാണെങ്കിലും ഒന്നുമില്ല. നമ്മുടെ കിരീടങ്ങളെല്ലാം എവിടെ താത്തു വെച്ചോണം? ദൈവസന്നിധി. കർത്താവേ, ഐ എം നത്തിങ്. നിന്റെ സന്നിധിയിൽ, അവിടുത്തെ സന്നിധിയിൽ ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ കിരീടങ്ങളെല്ലാം താഴെ വെച്ചേക്കും. ഉണ്ടെന്ന് അഭിമാനിക്കുന്ന എല്ലാ തോന്നലുകളും താഴെ വെച്ചിട്ട് ദൈവസന്നിധിയിൽ ഇറങ്ങി വന്ന്, ഹൃദയം കൊണ്ട് ഇറങ്ങി വന്ന്, നമ്മുടെ ചെയറോ, നമ്മുടെ ഹെൽത്തോ, നമ്മുടെ വെൽത്തോ, നമ്മുടെ പൊസിഷനോ, നമ്മുടെ പൊസഷനോ ഒന്നും ആരാധനയിൽ നമുക്ക് പ്രശംസിക്കാനില്ല. പ്രശംസിക്കുന്നവരെല്ലാം കർത്താവിൽ മാത്രമേ പ്രശംസിക്കൂ. എന്തുകൊണ്ട്? അവിടുന്ന് മാത്രം മാനത്തിന് യോഗ്യൻ, അവിടുന്ന് മാത്രം ബഹുമാനത്തിന് യോഗ്യം, അവിടുന്ന് മാത്രം ശക്തി സ്വീകരിപ്പാൻ യോഗ്യനാണ്. കാരണം നീയാണ് എല്ലാം സൃഷ്ടിച്ചതും നിന്റെ ഇഷ്ടത്താലാണ് എല്ലാം ഉളവായതുമെന്നാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അതുകൊണ്ട് ദൈവമക്കളെ, സ്വർഗത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്ന അതേ ഒരു ഗണം തന്നെ പറയുകയാണ്, നീ പരിശുദ്ധനാണ്, നീ പരിശുദ്ധനാണ്, നീ പരിശുദ്ധനാണ്. അപ്പോൾ അവരുടെ കിരീടങ്ങൾ ദൈവസന്നിധിയിൽ ഇടുകയാണ്. കാരണം യോഗ്യൻ കർത്താവ് മാത്രമാണ്. ഇനി വെളിപ്പാട് പുസ്തകം 5-ാമത്തെ അധ്യായം 9 മുതൽ 14 വരെ വായിക്കുമ്പോൾ അവരൊരു പുതിയ ഗാനം ആലപിക്കുകയാണ്. എന്താണ് അത്? ഈ മുദ്ര പൊട്ടിപ്പാൻ യോഗ്യൻ ഒരാളേ ഉള്ളൂ. കാരണം നീയാണ് അറുക്കപ്പെട്ടത്. നിന്റെ രക്തം കൊണ്ട് നീ സകലരെയും, സകല ഗോത്രത്തിലുള്ളവരെയും, സകല ഭാഷയിലുള്ളവരെയും, സകല വംശത്തിലുള്ളവരെയും വിലയ്ക്ക് വാങ്ങി. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടിട്ട് ഉലകത്തെ മുഴുവൻ വീണ്ടെടുത്ത ഒരേ ഒരു നാമം, the name of Jesus. അപ്പോൾ ഏത് പോരാട്ടങ്ങളും ഏത് പ്രതിസന്ധികളും വരുമ്പോൾ ഓർത്തോണം, ഈ രക്തമാണ് നിങ്ങൾ ആ വിഷയത്തിന്റെ മേൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നത്, ഫയലിന്മേൽ മുദ്രയിടുന്നത്, നിങ്ങളുടെ നന്മയുടെ മേൽ മുദ്രയിടുന്നത്. ഓ ജീസസ്, ഹല്ലേലൂയ. യേശുവിന്റെ രക്തം കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ സുരക്ഷിതരാണ് എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഓക്കെ, somebody can read. 5-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ അതിന്റെ പ്രധാനമായി നിങ്ങൾ വരയിടേണ്ട വാക്യം 9-ാമത്തെ വാക്യമാണ്. പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. എന്റെ തൊട്ട് താഴെയുള്ള വാക്യം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും വിലയ്ക്ക് വാങ്ങി. പറയാൻ പറ്റുമോ കർത്താവിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയതാണ്? അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി നാം നമുക്കുള്ളവരാണോ? അല്ല. അപ്പൊ ഒരാൾ നമ്മളെ വിലയ്ക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പൊ തട്ടിയെടുക്കണമെങ്കിൽ ആരുടെ നിന്ന് എടുക്കാൻ പറ്റൂ?
ദൈവത്തിന്റെ യെസ്, ഉറച്ചോ? ഉറച്ചോ നിങ്ങൾ? Yes. രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിലാണോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ? അവരെ വിലക്ക് മേടിച്ച കർത്താവിന്റെ കയ്യിൽ അവരിയ്ക്കുന്നത്. ജീസസ് നെയിം, ഹല്ലേലൂയ. Amen. അവരുടെ ജീവിതത്തിൽ Jesus. താഴ്ചകളോ കുറവുകളോ ബലഹീനതകളോ ഒക്കെ ഉണ്ടായാൽ കർത്താവ് അവരെ കറക്റ്റ് ചെയ്യും. കർത്താവ് അവർക്ക് Amen. അവയർനെസ് കൊടുക്കും, അവർക്ക് ബോധം വരുത്തും. കാരണം ഒരിക്കൽ കർത്താവിനെ അക്സെപ്റ്റ് ചെയ്താൽ കർത്താവുമായിട്ട് ഓൾറെഡി ഒരു ഉടമ്പടി സൈൻ ചെയ്ത് കഴിഞ്ഞു ദൈവസന്നിധി. ആ ഉടമ്പടി അവരുടെ മേൽ ഉള്ളിടത്തോളം കാലം ദൈവത്തിന്റെ ദൃഷ്ടി അവരുടെ മേൽ ഉണ്ട് സഹോദരങ്ങളെ. ഇത് നിങ്ങൾ ഒരിക്കലും മറന്നു കളയരുത്. അടുത്ത വെളിപ്പാട് പുസ്തകം 7-ാമത്തെ അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഇതാ വലിയ ഒരു കൂട്ടം പുരുഷാരം, എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം, വെള്ളം നിലയെങ്കിയ ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പായി നിൽക്കുന്ന ഞാൻ കണ്ടു. താഴോട്ട് വായിക്കുമ്പോൾ എന്താ നമ്മൾ കാണുന്നത്? രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. നോക്കുക, ഇപ്പൊ സാൽവേഷൻ എന്ന് പറയുന്നത് ഒരു പാസ്റ്ററിനും ആരെയും രക്ഷിക്കാൻ പറ്റത്തില്ല. രക്ഷിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. അത് ദൈവാത്മാവിന്റെ പ്രവർത്തനവും സ്വർഗീയ പിതാവിന്റെ ആകർഷണവും പുത്രൻ വരുത്തുന്ന രൂപാന്തരവുമാണ്. ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ സന്ദർശനമില്ലാതെ ഒരാൾക്ക് പാപബോധം ഉണ്ടാകില്ല സഹോദരൻ. സ്വർഗം നമ്മളെ ആകർഷിക്കണം. പ്രൈസ് ഗോഡ്. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി ക്ലാസ്സിൽ സംബന്ധിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ഏതോ സന്ദർഭങ്ങളിൽ സ്വർഗം നമ്മളെ, അതെ പ്രൈസ് ഗോഡ്, നമ്മളെ പിതാവ് ആകർഷിച്ചു അല്ലേ? ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് പാപബോധം നൽകി. ദൈവത്തിന് സ്തോത്രം. നമ്മളെ അവിടുത്തെ വീണ്ടെടുപ്പാൻ ഇടയായിത്തീരുന്നു. അതുകൊണ്ട് എന്താ എഴുതിയിരിക്കുന്നത്? 11-ാം വാക്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും സിംഹാസനത്തിന് മുമ്പിൽ കവിണ് വീണു. നമുക്ക് വീഴാനുള്ള സ്ഥലം ദൈവത്തിന്റെ പാദപീഠമാണ്. നിങ്ങൾ ദൈവസനയിൽ വീഴുന്ന ഒരാളാണെങ്കിൽ ഒരു മനുഷ്യന്റെ മുമ്പാകെ വീഴാൻ ദൈവം നിങ്ങളെ സമ്മതിക്കും. നിങ്ങൾ കർത്താവിന്റെ പാദപീഠത്തിൽ മുട്ടുകുത്തുന്ന ഒരാളാണെങ്കിൽ ഒരു മനുഷ്യന്റെയും മുമ്പിൽ മുട്ടുകുത്താൻ എന്റെ ദൈവം നിങ്ങളെ സമ്മതിക്കും. 19-ാമത്തെ അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളൂടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 19-ാമത്തെ അധ്യായം അവിടെ കുഞ്ഞാട്ടിന്റെ കല്യാണത്തെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്? യെസ്. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർച്ച ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഒരു ഹല്ലേലൂയ പറയാൻ മനസ്സില്ലാത്തവർ അങ്ങോട്ട് ചെല്ലുമ്പം എന്തുവാ കേൾക്കാൻ പോകുന്നേ? എലിയുടെ ഞരക്കം പോലാണോ ഹല്ലേലൂയയുടെ ശബ്ദം കേൾക്കാൻ പോകുന്നേ? ഇടിമുഴക്കത്തിന്റെ ശബ്ദം. പ്രൈസ് ലോർഡ്. അവിടെ നിങ്ങൾ കാണുന്നത് എന്താണ്? പ്രൈസ് ലോർഡ്. 6-ാം വാക്യത്തിൽ അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. എന്താ കേട്ടത്? ഹല്ലേലൂയയുടെ പ്രതിധ്വനിയാ. വണ്ടർഫുൾ ജീസസ്. ഓ ഹല്ലേലൂയ. ഓർത്തോണം, ആത്മാവിൽ ഒറ്റ ഹല്ലേലൂയ പറഞ്ഞാ മതി, കാര്യങ്ങളെല്ലാം മഹത്വത്തിനായി തീരും കേട്ടോ. ഏത് കെട്ടും ഒറ്റ ആത്മനിർവലുള്ള ഹല്ലേലൂയയിൽ കരിഞ്ഞ് ചാമ്പലാവുന്നു. സ്വതന്ത്ര സ്വതന്ത്ര സ്വതന്ത്ര. താങ്ക് യു ലോർഡ്. എന്നിട്ട് പറയുകയാണ്, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. അടുത്ത പറയുന്നത് എന്താ? കുഞ്ഞാട്ടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ബ്യൂട്ടി പാർലറിൽ നിന്ന് കൊണ്ടുവന്ന് ഒരുക്കിയെന്നാണോ പറഞ്ഞേക്കുന്നത്? അല്ല. ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിവാഹം വന്നാൽ അതിന്റെ സിസ്റ്റം അനുസരിച്ചോ കൾച്ചറും അനുസരിച്ച് പലരെയും വിളിക്കുകയോ പല കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യും. അത് തെറ്റോ ശരിയോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. യോഗ്യമെന്ന് തോന്നുന്നത് അവരവർക്ക് തോന്നുന്നത് ചെയ്തട്ടെ. പക്ഷേ ഇവിടെ കാണുന്നത് ഒരു വേദിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരുക്കുന്നത് ഇവിടെ മനുഷ്യരാണ്. പക്ഷേ കുഞ്ഞാടിന്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തന്റെ കാന്ത വേറൊരാളല്ല ഒരുക്കുന്നത്, തന്നെത്താനാണ് ഒരുങ്ങുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുങ്ങിയെങ്കിൽ എനിക്ക് പാനക്കൂ, എന്റെ പ്രിയപ്പെട്ടവൾ ഒരുങ്ങിയെങ്കിൽ അവർക്ക് പാനക്കൂ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുങ്ങിയെങ്കിൽ അവർക്ക് പാനക്കൂ. അതുകൊണ്ട് എന്താണ്? സെൽഫായി പ്രിപ്പയർ ആകണം. പ്രൈസ് ഗോഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രിപ്പയർ ടു മീറ്റ് ഓഫ് ഗാഡ്. നമ്മുടെ ദൈവത്തെ എതിരേൽപ്പാൻ നമ്മൾ ഒരുങ്ങണം എന്നുള്ളതാണ്. അവിടെ പുതിയ നിയമ ആരാധനയിൽ നമ്മൾ കാണുന്നത്. സ്തോത്രം.
അന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം കർത്താവ് തുടച്ചു കളയുന്ന ഒരു ദിവസം വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ആ മഹത്തായ ദിവസം എത്ര സന്തോഷകരമാണ് അല്ലേ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ എഴുതുക, ഈ വചനം സത്യമാകുന്നു. അപ്പോൾ ഇവിടെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവബദലായ ഒരാൾ മാറുമ്പോൾ അവരുടെ ആരാധന ഇവിടെ തുടങ്ങുന്നത് അത് നിത്യത വരെയും തുടരുകയാണ്. അപ്പോൾ പുതിയ നിയമ ആരാധനയുടെ മഹത്വം നമ്മൾ ചിന്തിച്ചല്ലോ. അതുകൊണ്ട് നീതിയുള്ള ചിന്തകൾ ചിന്തിപ്പാനും, നീതിയുള്ള വാക്കുകൾ സംസാരിപ്പാനും, നീതിയുള്ള പ്രവൃത്തികൾ ചെയ്യുവാനും നമുക്ക് കഴിയട്ടെ. ശരിയായ നല്ല മനോഭാവം നമ്മളിൽ വളർത്തിയെടുക്കുവാനും ദൈവാത്മ സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പിന്നെയും നീങ്ങുവാനുള്ള ദൈവകൃപ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ. കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. നിയോഗമുള്ള ഒരാൾക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു മൈ ലോർഡ്. ആമേൻ ജീസസ്. ജോഡ് പ്രാർത്ഥിക്കാൻ പറ്റുമോ? യെസ്. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന അടിയങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു വൈകുന്നേര സമയം കർത്താവെ, ഞങ്ങളുടെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ആമേ കർത്താവെ നാളുകളിൽ കർത്താവെ ഞങ്ങളുടെ സന്നിധിയിൽ ചേർന്നിരിക്കുവാൻ, കർത്താവെ ഞങ്ങളുടെ മാറ്റമില്ലാത്ത ദൈവവചനം കേൾക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ ഞങ്ങളുടെ വരവിനായി ഒരുങ്ങുവാൻ കർത്താവെ ഒരു നിർമ്മല ഹൃദയത്തോടെ ആമേ നിഷ്കളങ്ക മനസാക്ഷിയോടെ ആമേ കർത്താവെ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവരായി തീരുവാൻ അടിയങ്ങളെ ഇത്രയും സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ ഈ കേൾക്കുന്ന ദൈവവചനം കർത്താവെ അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യുവാൻ ആമേ കർത്താവെ അപ്പച്ച അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ആമേ കർത്താവെ കളങ്കമില്ലാത്ത ഒരു മണവാട്ടിയായി തീരുവാൻ, അങ്ങേക്കായി ഒരുങ്ങുവാൻ ആമേ കർത്താവ് യഥാർത്ഥമായി ഒരുങ്ങുവാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ നോട്ടം, ചിന്ത, പ്രവൃത്തി, സംസാരം ആമേ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിലൊക്കെയും കർത്താവെ അത് പ്രതിഫലിക്കുവാൻ, കർത്താവെ അനേകരെ ആമേ കർത്താവെ അത് സ്വാധീനിക്കുവാൻ, അനേകരെ അത് ക്രിസ്തുവിലേക്ക് നേടുവാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ കഴിഞ്ഞ നാളുകളിൽ വന്നുപോയ കുറവുകളെ, കുറ്റങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ നോട്ടത്തിൽ, ചിന്തയിൽ, പ്രവൃത്തിയിൽ, സംസാരത്തിൽ ആമേ കർത്താവ് ഞങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ വന്നുപോയ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിച്ച് ആമേ കർത്താവെ ഞങ്ങളുടെ സന്നിധിയിൽ കൂടുതലായി ചേർന്ന് നിൽക്കുവാൻ, കഴുകൽ പ്രാപിച്ചു നിൽക്കുവാൻ, കർത്താവെ ആമേ കർത്താവെ കളങ്കമില്ലാത്ത മണവാട്ടിയായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കടന്നു വന്ന ഓരോ ദൈവദാസന്മാരെയും ദൈവദാസന്മാരെയും കർത്താവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ ഞങ്ങൾ ആരും കർത്താവെ ഈ കേട്ട ദൈവവചനം ആമേൻ കർത്താവ് മറന്നു പോകാനോ അത് ത്യജിച്ച് ജീവിക്കാനോ ഇടയാകാതെ കർത്താവെ അല്ലെങ്കിൽ അധികം പ്രത്യാശയോടുകൂടി ജീവിക്കാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾക്കായി ദൈവവചനം സംസാരിച്ച ദൈവദാസനെ കർത്താവ് സഹായിക്കണം. തുടർന്നും കർത്താവെ ഞങ്ങളെ ആമേ കർത്താവെ നിത്യതയിലേക്ക് കർത്താവെ ഒരുക്കപ്പെടുവാൻ കർത്താവെ ഞങ്ങളെ അതിനായി ദൈവദാസനെ ഉപയോഗിക്കണമേ. ഞങ്ങളെ അതിനായി ഒരുക്കുവാൻ കർത്താവിന്റെ ദൈവദാസനെ കർത്താവ് ശക്തമായി ഉപയോഗിച്ചാട്ടെ. ഞങ്ങൾ മാത്രമല്ല അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ ആമേൻ അനേകരെ ഒരുക്കുവാൻ കർത്താവ് ദൈവദാസനെ ശക്തമായി ഉപയോഗിച്ചാട്ടെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തുടർന്നും കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കർത്താവ് ഈ മീറ്റിംഗ് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിച്ച് ആമേ കർത്താവെ അവസാനിപ്പിക്കുമ്പോൾ കർത്താവിന്റെ വരവെങ്കിൽ ആമേ കർത്താവെ അങ്ങോട്ട് ചേർക്കപ്പെട്ട് നിൽക്കുവാൻ ആമേ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. എല്ലാ എങ്കിൽ കർത്താവെ തുടർന്നും കർത്താവിന്റെ സന്നിധിയിൽ കർത്താവെ ഒരു മനസ്സോടുകൂടി നിന്ന് സന്തോഷത്തോടെ കർത്താവെ അങ്ങ് ആരാധിച്ച് ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ആമേ കർത്താവെ സകല മാനമോഹത്വം എടുക്കണം വഴി ഞങ്ങൾക്ക് ജീവിച്ചപ്പോൾ യേശു ക്രിസ്തുവിൻ പരിശുദ്ധനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദേവതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. 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 താങ്ക് യു ജോർജ്. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നാം പുതിയ നിയമ ആരാധനയെ കുറിച്ച് ചിന്തിച്ചു. നാളെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ക്ലാസ് നിങ്ങൾക്ക് രാവിലെ കിട്ടും. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വരിക. ദൈവകൃപ പ്രാപിപ്പാനായി ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന അവസരങ്ങൾ കൂടുതൽ പ്രയോജനമുള്ളവരാക്കി മാറ്റാൻ കർത്താവ് നിങ്ങൾക്ക് ഇടയാക്കട്ടെ. വേദവിദ്യാർത്ഥികൾ ഒരുമിച്ച് ആശീർവാദം പറഞ്ഞാട്ടെ. നമസ്കാരം. ഗോഡ് ബ്ലെസ് യു എവരിവൺ. നിങ്ങൾ ഈ ക്ലാസ്സുകളുടെ ലിങ്ക് നിങ്ങളുടെ സ്നേഹിതർക്കെല്ലാം പങ്കുവയ്ക്കുക. അവരും ദൈവവചനം പഠിച്ച് കർത്താവിനായി പ്രയോജനപ്പെട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ആൻസി. ഓരോരുത്തർക്കും നന്ദി പറയുന്നു. കർത്താവ് അനുവദിച്ച രാവിലെ കാണാം. ഗോഡ് ബ്ലെസ് യു എവരിവൺ. നാളെ മോർണിംഗിലത്തെ സെഷനിൽ അത് ക്ലിയർ ചെയ്യും കേട്ടോ. ഓക്കെ.